നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ ടീമിനെ ഉണ്ടാക്കും. കാർലോ ആഞ്ചലോട്ടി പറഞ്ഞ വാക്കുകളാണ്. CBF ഒഫീഷ്യലി ആഞ്ചലോട്ടിയുടെ വാക്കുകൾ അവരുടെ വെബ്സൈറ്റിലൂടെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞത്, വി വിൽ ബിഗിൻ അസംബ്ലിങ് എ ന്യൂ ടീം. ഒരു പുതിയ ടീമിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടും. അതിനുവേണ്ടി നമ്മൾ യുവതാരങ്ങളെ ടെസ്റ്റ് ചെയ്യും, അവർ നിരീക്ഷിക്കും. പക്ഷേ ചില താരങ്ങൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച് ചില താരങ്ങൾ സ്റ്റിൽ നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കും. അവർക്ക് ഇനിയും സെലക്കാവോക്ക് വേണ്ടി ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇതാ ബ്രസീലിൻ്റെ അടുത്ത മത്സരം സെപ്റ്റംബർ ഒക്ടോബർ ഇൻ്റർനാഷണൽ ബ്രേക്കിലാണുള്ളത്. 3 അന്താരാഷ്ട്ര മത്സരങ്ങൾ ബ്രസീൽ കളിക്കുമെന്ന് CBF കൺഫേം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആഞ്ചലോട്ടി പറഞ്ഞ ഈ പുതിയ ടീമിൽ ആരൊക്കെ ഉണ്ടാകും നമ്മളൊന്ന് പരിശോധിക്കുന്നു. കാസി TV അറിയാലോ, ബ്രസീലിലെ പ്രമുഖമായിട്ടുള്ള ചാനലാണ്. അവർ ഒരു 11 പുറത്തു വിടുന്നു. ഇങ്ങനെയാവാം ബ്രസീലിൻ്റെ ഇനിയുള്ള ടീം, പുതിയ ടീം. ഗോൾ കീപ്പറായിട്ട് ഹ്യൂഗോ സൗസ. കഴിഞ്ഞ വേൾഡ് കപ്പിന് അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന് കരുതി, പക്ഷേ ഉണ്ടായില്ല. മികച്ച പെനാൽറ്റി സേവറാണ്, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിദഗ്ധനാണ്. ഡിഫൻസിൽ സെൻറ്റർ ബാക്കുമാരായിട്ട് ബെറാൽഡോയും വിക്ടർ റെയ്സും സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. ഇരു പാർശ്വങ്ങളിലായിട്ട് ഒന്ന് വെസ്ലി ഫ്രൻസ് കഴിഞ്ഞ വേൾഡ് കപ്പിലുള്ള സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്ക് പറ്റി, അവസാന നിമിഷം സ്ക്വാഡിൽ നിന്ന് പുറത്തായി. അദ്ദേഹം വലത് പാർശ്വത്തിൽ, ഇടത് പാർശ്വത്തിൽ കൈക്ക് ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിലും ഉണ്ടാകുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നു. ഏതായാലും അദ്ദേഹം ഇടത് പാർശ്വത്തിലേക്ക്. മധ്യനിര എങ്ങനെയാണ്? മധ്യനിര ബ്രൂണോ ഗുയിമേറസ് എന്തായാലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ആഞ്ചലോട്ടി പറഞ്ഞില്ലേ, കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച് ചിലരുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രൂണോ ഗുയിമേറസ് ആകാം. ഒപ്പം ആൻഡ്രി സാൻഡോസിന് നല്ല സാധ്യതയുണ്ട്. ഒപ്പം ഗബ്രിയേൽ സെറ. ഇതാണ് മധ്യനിര. മുന്നേറ്റത്തിൽ വിനി ജൂനിയർ ഇടത് പാർശ്വത്തിൽ, വലത് പാർശ്വത്തിൽ എസ്റ്റവായോ വില്യൻ. കഴിഞ്ഞ വേൾഡ് കപ്പിലെ ബ്രസീലിൻ്റെ ഏറ്റവും വലിയ നഷ്ടം എസ്റ്റവായോ വില്യനാണ്. ഗോളടിക്കാനോ എൻട്രിക്ക്. ഇതൊരു സൂപ്പർ 11 തന്നെയാണ്. ഹ്യൂഗോ സൗസ ഗോൾ കീപ്പർ, ബെറാൽഡോയും വിക്ടർ റീസും സെൻറ്റർ ബാക്കുമാർ, ഇടത് വിങ് ബാക്ക് കൈക്കി, വലത് വിങ് ബാക്ക് വെസ്ലി, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസും ഗബ്രിയേൽ സെറയും ആൻഡ്രി സാൻഡോസും, മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എസ്റ്റവായോയും എൻട്രിക്കും. ഇതാണിപ്പോൾ കാസി TV അവരുടെ ഒരു അനാലിസിസിൽ പുറത്തുവിട്ടിട്ടുള്ളത്. ഏതായാലും എതിർ മിലീറ്റാവോ അതുപോലുള്ള ചില താരങ്ങൾ, അതായത് ഇപ്പം റോഡ്രിഗോ എന്തായാലും കോച്ചിൻ്റെ പരിഗണനയിൽ ഉള്ള താരമാണ്. അങ്ങനെയുള്ള താരങ്ങൾ ഇപ്പോൾ റയാന്, പിന്നെ മാത്യസ് കുഞ്ഞ, ഇങ്ങനെയുള്ളവരൊക്കെ ഇനിയും തുടരും. റാഫീഞ്ഞ തുടരും എന്നൊക്കെ കരുതാം അടുത്ത കോളപ്പിലൊക്കെ. പക്ഷേ അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇവരുണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സമീപകാലത്ത് ഈ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ വരുന്ന കോളപ്പിലൊക്കെ അവർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. ഏതായാലും ഇനിയൊരു പുതുയുഗമാണ് ബ്രസീലിൽ. നെയ്മറൊക്കെ ഇനി താൻ കളിക്കില്ലെന്ന തരത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. സോ എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണണം. ബ്രസീൽ ടീം ഒരു പുതുയുഗത്തിലേക്ക് കടക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.